അത് എനിക്ക് നിക്ക് നിക്ക് നിക്ക്, കൈമാറരുത് കൈമാറരുത്, ഇങ്ങോട്ട് തന്നാ മതി. എടാ ഞങ്ങള് ഒന്നും പറയണ്ട. രാധു, നീ സുധീർ വാങ്ങിച്ചോ. കൊടു കൊടു കൊടു. എടാ അത് ഒന്നും പറയണ്ടെന്ന് പറഞ്ഞില്ലേ. ഞങ്ങൾക്കറിയാൻ പാടില്ലാത്ത രഹസ്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പാടില്ല. കൊടു 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 കൊടുമിനി. ആ രാധു വാ വാ. നീ അങ്ങോട്ട് ഇരുന്ന് വായിച്ചോ, ഞാൻ ഇങ്ങോട്ട് ഇരുന്ന് വായിക്കാം. ഉറക്കെ വായിക്കരുത്, കൺഫ്യൂഷൻ ആവും. രാധു, അതിനകത്ത് എന്താ? ഇതിലൊന്നുമില്ല, 0. ചിരിക്കല്ലേ, ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല, കുന്തുമില്ല. വരും വരായികളൊക്കെ സോറി എന്താ പറഞ്ഞ വരും വരായികളൊക്കെ നിങ്ങൾ നോക്കിക്കോ. രക്ഷപ്പെടട്ടെ എന്ന് എന്തെങ്കിലും പറഞ്ഞെന്നാ കളിയാക്ക. നിർത്തി, സകലതും നിർത്തി. ഗുഡ് ബൈ. വാ ഇവിടെ വാടാ, ഞാനെല്ലാം ശരിയാക്കി കാണിക്കാം. വേണ്ട, നീ ഒന്നും കാണിക്കണ്ട കാണിക്കണ്ട, നിന്റെ പണി നോക്ക്. പണി നോക്ക്. ഇവിടെ വരാനാ പറഞ്ഞ. ഇല്ല ഇല്ല. ഗുഡ് ബൈ. ഗുഡ് ബൈ. അവരെന്താ പിണങ്ങിപ്പോയതാ? ഏയ്, ഇപ്പൊ മിനിയെ ഞാനൊന്ന് തൊട്ടാ മതി, അവരിങ്ങ് വരും. പിണങ്ങി തന്നെ നിന്നോ, അപ്പൊ അവൻ തീർച്ചയായും തൊടും. അതായത് തൊടാതെയും പിടിക്കാതെയുള്ള പ്രേമങ്ങൾ ഒന്നും പ്രേമങ്ങളെ അല്ലെന്നാ അവരുടെ മതം. അതിനിപ്പോ എന്ത് ചെയ്യാൻ പോന്നു? ഞാൻ മിനിയൊന്ന് തൊടാൻ പോകുന്നു, അവർക്ക് വേണ്ടി. എവിടെ? കുറഞ്ഞ പക്ഷം എന്റെ ചുണ്ടുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടുന്നത് കാണണമെന്നാണ് അവരുടെ ഡിമാൻഡ്. അയ്യടാ, ഞാനിപ്പോ വിരലുകൊണ്ട് മിനിയുടെ ചുണ്ടിലൊന്ന് തൊടാൻ പോവാ. അയ്യേ, ഞാനില്ല. മിനി പ്ലീസ്, എളുപ്പം തൊട്ടിട്ട് ഞാൻ അവരെ ഇവിടുന്ന് പറഞ്ഞു വിട്ടേക്കാം. ഞാൻ തൊടാൻ പോവാ. സുധി, എന്താ ഇത്? പ്ലീസ്. ഞാൻ തൊടാൻ പോവാ. വേണ്ട, ഞാൻ ഓടും. ഞാൻ തൊട്ടു. ഞാൻ ഓടി. മിനി, എന്നാ തൊട്ടിട്ടേ ഉള്ളൂ. മിനി, നിക്കാൻ. അവിടെ നിക്കാനാ പറഞ്ഞത്. വിടരുത്, വിടരുത്. തൊട്ടാ മാത്രം പോരാ. ആലിംഗനം, ആലിംഗനം, ആലിംഗനം. പിടിക്ക്, പിടിച്ചു നിർത്തടാ, പിടിച്ചു നിർത്തടാ. പിടിക്ക്, പിടിയടാ, പിടിയടാ. രാജു, വേണ്ട, തല്ലിക്കോട്ടെ, ഇഷ്ടം പോലെ തല്ലിക്കോട്ടെ. തൊട്ടുപോരുതെന്റെ സുധിയെ. സുധി എന്റെയാ, ഞാൻ സുധിയുടെയും. എനിക്കിഷ്ടമാ സുധിയെ, സുധിക്ക് എന്റെയും. മിനി, എന്റെ പൊന്നനിയത്തി നീ. കൊച്ചിച്ചായ, എനിക്ക് മാപ്പ് തരണം. പറ, കൊച്ചിച്ചായന്റെ എനിക്ക് മാപ്പ് തന്നു പറ. നിക്ക്, കൊച്ചിച്ചായ പോണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക് പ്ലീസ്. എന്നെ വെറുക്കല്ലേ കൊച്ചിച്ചായ. വെറുക്കരുന്ന്. ഞാൻ ഇനി ഉണ്ടായിട്ട് വേണ്ട നിന്നെ വെറുക്കാൻ. ഈ വർക്ക് ഇനി ഇല്ലടി. ഈ വർക്കിക്ക് ഇങ്ങനെ ഒരു അനിയത്തിയില്ല. വെറുക്കരുന്ന്. വെറുപ്പേ ഉള്ളടി നിന്നോട്, വെറുപ്പ് മാത്രം. ഞാനിപ്പോ നിന്നെ വെറുക്കുന്നതിന്റെ 100 ഇരട്ടി എന്റെ കുട്ടിച്ചായനും എന്റെ ഈയോ ചായനും ഞങ്ങളുടെ അമ്മച്ചിയും നിന്റെ വെറുക്കൂടി. നോക്കിക്കോ. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല സുധി, ഇങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചേയില്ല. ഞാൻ എന്ത് ചെയ്യും? ഇനി ഞാൻ വീട്ടിലേക്ക് പോവില്ല സുധി. എങ്ങനെ ഞാൻ പോവാ? എങ്ങനെ ഇച്ചയന്മാരുടെ മുഖത്ത് നോക്കുക, അമ്മച്ചിയുടെ മുഖത്ത് നോക്കുക? വയ്യ, എനിക്ക് വയ്യ. എന്താടാ എന്താടാ വർക്കി? എന്താടാ വർക്കി? എന്താടാ കാര്യം? പോയി കുട്ടിച്ചായ, പോയി. ഈ വീട്ടിലെ രാജകുമാരി പോയി.
എന്താടാ വർക്കി നീ പറയുന്നേ? അമ്മച്ചി, അവള് വേറെ ആരുടെ കൂടെ പോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ. ഇതെനിക്ക് സഹിക്കാൻ പറ്റണില്ല അമ്മച്ചി. യോജായ സമ്മതിച്ചില്ലല്ലോ. അന്നേ ഞാൻ അവന്റെ കൈയും കാലും തല്ലി ഓടിക്കാൻ പോയതല്ലേ, സമ്മതിച്ചില്ലല്ലോ യോജായ. പറയുന്നത് തുറന്ന് പറയണം. ആ സുധി എന്ന് പറയുന്ന നാറിയുടെ മാറിൽ ചാരിയെന്ന് എന്നോട് അവള് പറഞ്ഞു. അവൾ അവന്റെ നടന്ന് അവര് തമ്മിൽ ഇഷ്ടമാണെന്ന്. ആര്? നമ്മുടെ മിനിയോ? ഇനി വരില്ല അവൾ ഈ വീട്ടില്. അവന്റെ കൂടെ ഉറങ്ങും അവളിന്ന്. എന്തിനാടാ തടിമാനന്മാരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോയത് പോയില്ലേ, പോട്ടെ. എന്റെ അമ്മക്കൾ ഒരുത്തനും വിഷമിച്ചു പോരുത്. നിങ്ങളൊക്കെ അവളെ വേണ്ടതിൽ കൂടുതൽ സ്നേഹിച്ചിരുന്നു ഈ അമ്മച്ചിക്ക് അറിയാടാ, ഈ അമ്മച്ചിക്ക് ഉറപ്പാടാ. എറിയടാ അവിടെ സാധനങ്ങളൊക്കെ എടുത്ത് എറിയാൻ, എടാ പുറത്തെടുത്ത് എറിയാൻ. വീട്ടിലെ വിളക്കണതാ. അവള് പോയത് പോട്ടെ, പക്ഷെ അവളെ ഇറക്കിക്കൊണ്ട് പോയവരുണ്ടല്ലോ, അവന്റെ ശരീരം ഇതുപോലെ വെട്ടി നുറുക്കി കത്തിക്കണ്ടേടാ ഈ ചായന്മാര്. കത്തിക്കണം. എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ. അവരെല്ലാവരും കൂടി ഇങ്ങോട്ട് വരുന്നു. നിന്നെ വെട്ടിക്കുറിക്ക് കൊന്നാലും അവരുടെ കലി തീരില്ല. അവരും എത്തും മുമ്പ് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാ പ്ലീസ്. എടാ എങ്ങോട്ടെങ്കിലും പോകാൻ. ഇല്ല, അവര് വരട്ടെ, ഞാൻ പറഞ്ഞോളാം. പേടിച്ചോടാണെന്ന് എന്നെ കിട്ടില്ല. ഞാൻ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്. ശരിയാ സുധി, നീ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്. വാ സുധി, നമുക്ക് പോകാം. മിനി വരാനാ പറഞ്ഞത്. ഇറക്കി പിടിയതാവളെ. കൂട്ടുകാരൻ പറയണോ? എന്തിനാ എന്നെ തല്ലുന്നേ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എന്തായി? കണ്ടില്ല. പറഞ്ഞേടാ, അവരെവിടെ? പറ. എവിടാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ആ വഴിക്ക് എങ്ങാണ്ടാ ഓടിയത്? ആ സുധേഷ് കുമാർ എന്ന് പറയുന്ന ഒരു വീടല്ലേ ഇത്? ആ മക്കളെ കാലത്തീറ്റ കൊടുത്തു വളർത്തുന്ന തന്തയും തള്ളയും ഒന്ന് കണ്ടിട്ട് പോവാമെന്നതാ. മോന് പ്രേമക്കൊതി കൂടുതലാണേലേ എവിടുന്നെങ്കിലും 5-6 പെമ്പിള്ളേരെ കൊണ്ട് കെട്ടി നിർത്തി കൊടുക്കണോ, കൊതി തീർക്കട്ടെ. നിങ്ങൾ ഇതുവരെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. മോളെ പോലെ താഴെ വെക്കാതെ വളർത്തിയെടുത്ത് ഞങ്ങളുടെ പൊന്നനിയത്തിയെ തട്ടിക്കൊണ്ടുപോയി നിങ്ങൾ വളർത്തി വിട്ടിയ പട്ടി. പുറകെ നടന്ന് മയക്കിയെടുത്തിട്ട് ഇപ്പൊ അവളെ കൂടെ ഒളിച്ചോടിയിരിക്കുന്നു അവൻ. വേണ്ട, ഞങ്ങൾക്കിനി അവളെ വേണ്ട, അവള് ചത്തുപോയി. പക്ഷെ അവനുണ്ടല്ലോ നിങ്ങളുടെ മോൻ, അവൻ എവിടെ പോയി ഒളിച്ചാലും വിടില്ല. വെട്ടി നുറുക്കി കൊല്ലും ഞങ്ങള്. അത് തന്തയുടെ മുമ്പ് വെച്ചായാലും തള്ളയുടെ മുമ്പ് വെച്ചായാലും ചെയ്തിരിക്കും. കരുതിയിരുന്നോ? പാടാ. എന്താ ഇത്? പോകാം, നമുക്ക് എവിടെയെങ്കിലും പോയി ഒന്ന് അന്വേഷിക്കാം അവനെ. എന്തിനാ? പറഞ്ഞു കേട്ടില്ലേ, പെണ്ണിനെ കൊണ്ട് ഒളിച്ചോടിയെന്ന്. അങ്ങനെയുള്ളതിനെ എവിടെ പോയി അന്വേഷിക്കാനാ?
എന്തിനന്വേഷിക്കാൻ? കറങ്ങി തിരിഞ്ഞു വരും, അന്നേരം ആലോചിക്കാം. നോക്ക്, അവരെന്തെങ്കിലും ചെയ്തു കളയും നമ്മുടെ സുധിയെ. ചെയ്തോട്ടെ. അവര് പറഞ്ഞ പോലൊക്കെ അവൻ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനത് വേണം. അതിനെന്താ? നീ എന്തിനാ വിഷമിക്കുന്നേ? വിഷമിക്കേണ്ടത് ഞാനല്ലേ തെറ്റിയത്. മോനെ പോലെ വളർത്തിയില്ല, കൂട്ടുകാരനെ പോലെ വളർത്തി. അതിന്റെ ശിക്ഷ. ആ വന്നവന്മാരുടെ ഭാഷ കേട്ടല്ലോ, അപ്പൊ മനസ്സിലായി കാണുമല്ലോ ആ അവള് എങ്ങനത്തവളായിരിക്കുമെന്ന്. എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എന്റെ സുധി ചന്ദ്രിക തന്നെ പറ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ ചെയ്യാം. എടാ സുധി, ഈ നാട്ടിൽ നീ ഒരു നിമിഷം കൂടി നിന്ന് പോരുത്. കണ്ണി കണ്ടവരൊക്കെ തല്ലി കലി പിടിച്ച് നടക്കുക. അവര് ഉടനെ എങ്ങോട്ടെങ്കിലും പോണം, അല്ലെങ്കിൽ അവർ നിന്നെ തല്ലിക്കൊല്ലുന്നത് ഞങ്ങൾ കണ്ടു നിൽക്കേണ്ടി വരും. നിങ്ങൾ ഒരുമിച്ച് നടക്കുന്ന കാണാൻ ഒരു ഐശ്വര്യമായിരുന്നു. പക്ഷെ ഇപ്പൊ അതിന് നിന്റെ ചോരയുടെ മണം വരുന്നടാ. അതുകൊണ്ട് ഈ ബന്ധം ഞങ്ങൾ പോകൂടാ എന്റെ വീട്ടിലേക്ക്, എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക്. ഒരു ചോരയുടെ മണം അവിടെ വരില്ല. എങ്കിൽ ഉടൻ പുറപ്പെടടാ സുധി. പോകാ സുധി, എല്ലാം പിന്നെ ശരിയായിക്കോളും. വാടാ, വാ. ആ ബൈക്ക് അവിടെ വെച്ച് കാറിലോട്ട് കയറി. വാമിനി, നീ മാത്രം കയറിയാ മതി. അച്ഛാ, മിനി മനസ്സിലായി, അതുകൊണ്ടാ നീ മാത്രം കയറിയാ മതി എന്ന് പറഞ്ഞ. ഇല്ല അച്ഛാ, മിനി ഇല്ലാതെ, അവളില്ലാതെ ഞാൻ വരില്ല. നിനക്കൊരു പെണ്ണു വന്ന് കാണാൻ വേണ്ടി കാണിക്കുകയും വഴിപാട് വിട്ട് അമ്പലത്തിൽ നിന്നും പൂജാമുറിയിൽ നിന്നും ഇറങ്ങാതെ ഉറക്കളച്ചിരിക്കുന്ന ഒരുത്തിയുണ്ടാ വീട്ടിൽ. നിനക്കറിയാലോ, ഇത്രയും കാലത്തിനിടയ്ക്ക് അവിടെ മനസ്സ് ഒരിക്കൽ പോലും ഞാൻ വേദനിപ്പിച്ചിട്ടില്ല. നീയായിട്ട് ആ വേദന കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവള് കാത്തിരിക്കുന്നത് ലക്ഷ്മി പോലൊരു പെണ്ണിനെയാ, ഇവളെയല്ല. അച്ഛന്റെ അടുത്ത് ഞാൻ കെഞ്ചി യാചിക്കാം, മിനി ഇല്ലാതെ ഞാൻ വരില്ല. കൊണ്ടുപോകൂടാ നിന്നെ. ഇവളെ കൊണ്ടുപോയി അവിടെ ചേട്ടന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുക്ക്. തൊട്ടുപോരുത് എന്റെ പെണ്ണിനെ. കൊണ്ടുപോകാൻ വേണ്ട സുധി, അച്ഛനുമായിട്ട് വഴക്ക് വേണ്ട. ഞാൻ പോയേക്കാം. നിർത്താൻ. നീ കാറെ കയറുന്നുണ്ടോ? അമ്മയെ കാണിക്കാനായി ഞാൻ കൊണ്ടുവിടുന്ന എന്റെ പെണ്ണാ ഇവള്. ഇവളില്ലാതെ ഞാൻ വരില്ല. ഇവളില്ലാതെ നീ വരും. നിന്റെ അമ്മയോട് ഇരിറ്റ് സ്നേഹം ഉണ്ടെങ്കിൽ, നീ ആ അമ്മയുടെ വയറ്റിൽ തന്നെ ജനിച്ചതാണെങ്കിൽ ഇവളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഇന്ന് വൈകുന്നേരം നീ വരും. ഇല്ലെങ്കിൽ ഇവിടെ ആങ്ങളമാര് നിന്റെ കഴുത്തറുത്ത് എന്റെ മുമ്പിൽ കൊണ്ടിട്ടാലും ഈ കണ്ണിന്ന് ഒരു ഇറ്റ് കണ്ണീര് വീടില്ല. നീ നോക്കിയോ. വന്നേക്കണേടാ പൊന്നു മോനെ. സുധി, ഇനി നിങ്ങൾ എങ്ങോട്ട് പോകും? പറയടാ, ഇനി എങ്ങോട്ട് പോകും? ആ അച്ഛന്റെ സ്നേഹത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെ നിനക്ക് 1000 നാക്കായിരുന്നല്ലോ. അങ്ങനെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ കണ്ടടാ ആ സ്നേഹത്തിന്റെ മാറ്റ്. മിനിയും പറഞ്ഞല്ലോ ഒരുപാട് വീട്ടുകാരുടെ സ്നേഹത്തെ കുറിച്ച്. ഇന്നലെ രാത്രി ഞങ്ങൾ കണ്ടു, അറിഞ്ഞു ആ സ്നേഹം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്ന സ്നേഹം എന്തുവാ ഒന്ന് പറഞ്ഞതാ. ഇങ്ങനെ അന്തിച്ച് നിൽക്കാതെ വാട എന്റെ വീട്ടിലേക്ക്. ഞാൻ കാണിച്ചു തരാം സ്നേഹം എന്താണെന്ന്. വലിയ ബംഗ്ലാവൊന്നുമില്ല, ഒരു കുടില. എന്റെ അപ്പൻ ഒരു മുക്കുവനാടാ.
പക്ഷെ ആ നെഞ്ചത്ത് നേരും നെറിയുണ്ട്, കടൽ പോലെ കിടക്കുന്ന സ്നേഹമുണ്ട്. ഒരുത്തനും തൊടില്ല നിങ്ങൾ അവിടെ. നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, എന്റെ അപ്പന്റെ അടുത്തേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. പാടാ.